കേരളത്തിലെ ആദ്യത്തെ ഗവൺമെന്റ് VMSന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. ആ ഗവൺമെന്റാണ് ഇന്ന് കാണുന്ന കേരളത്തിന്റെ പ്രത്യേകതയായി വന്നത്. നടന്നെത്താവുന്ന ദൂരത്ത് കുട്ടികൾക്ക് സ്കൂളുകളുണ്ടായി. അതോടൊപ്പം വലിയ തോതിൽ പഠനത്തിനുള്ള പിന്തുണ, ഫീസ് സൗജന്യം, സ്കൂളുകളിൽ ഫീസ് നൽകേണ്ടതില്ല എന്ന നില വന്നപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് നല്ല തോതിൽ പഠിക്കാൻ കഴിയും. ഞങ്ങളെയൊക്കെ തലമുറ ആ ആനുകൂല്യം അനുഭവിച്ച് പഠിച്ചു വന്നവരാണ്. അതില്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്നുപോകുമായിരുന്നുവെന്ന് ആശങ്കപ്പെടേണ്ടതാണ്. ഇതിനെല്ലാം ഇടയാക്കിയത് 57-ലെ EMSന്റെ ഗവൺമെന്റ് മാത്രമല്ല, 67-ലും അതിന്റെ തുടർ നടപടികൾ EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സ്വീകരിക്കുകയുണ്ടായി. നമ്മുടെ കേരളത്തിൽ അതിന്റെ ഭാഗമായി കുട്ടികൾ എല്ലാവരും സ്കൂളിൽ പോകുന്നവരായി, വിദ്യാഭ്യാസം നേടുന്നവരായി. അപ്പോഴും ഒരു ചെറിയ പ്രയാസം, പഴയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല, അക്ഷരജ്ഞാനമില്ല. അതിന് പരിഹാരം കാണാനായിരുന്നു കേരളത്തിൽ സാക്ഷരതാ പ്രസ്ഥാനം ആരംഭിച്ചത്. രാജ്യത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം കേരളത്തിന് നടത്താൻ കഴിഞ്ഞു. EK നായനാർ നേതൃത്വം കൊടുത്ത ഗവൺമെന്റിന് കീഴിൽ എല്ലാ വിഭാഗം ആളുകളും ഒരേ മനസ്സോടെ അണിനിരന്നുകൊണ്ട് സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളീയ സമൂഹമാകെ സാക്ഷരത നേടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇത്തരത്തിൽ മുന്നേറിയ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം നല്ല രീതിയിൽ നമ്മുടെ രാജ്യം ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് ഉയർന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ മേഖലക്ക് വലിയ തോതിലുള്ള തകർച്ച അനുഭവപ്പെട്ടു. ആ തകർച്ച അനുഭവിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. കാരണം അധികം പുറകിലല്ലത്. 10 വർഷം മുൻപുള്ള കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല എന്തായിരുന്നു ആളുകളിൽ ഉണ്ടാക്കിയിരുന്ന പ്രതികരണം എന്നത് ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സ് വേദനിച്ചു. ഈ മേഖല ആകെ തകർന്നു പോകുമോ എന്ന ആശങ്ക എല്ലാവരിലും ഉണ്ടായി. അതിനിടയാക്കിയത് പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള പ്രത്യേക രീതിയിൽ ഉയർന്നു വന്ന വിപ്രതിപത്തിയായിരുന്നു. അതിന്റെ ഫലമായി പൊതുവിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടായില്ല. അന്ന് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനുള്ള പാഠപുസ്തകം ലഭ്യമായിരുന്നില്ല. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപകര് പാഠപുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന നില വന്നു. പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ വൻതോതിൽ കൊഴിഞ്ഞുപോയി. 5 ലക്ഷം വിദ്യാർത്ഥികൾ കൊഴിഞ്ഞുപോയി. എന്താണ് കണക്ക്? 2016-ൽ അന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഗവൺമെന്റ് അധികാരത്തിലേറിയപ്പോൾ ഞങ്ങൾ പ്രാധാന്യം കൊടുത്ത പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയായിരുന്നു. അതിന്റെ ഫലം കേരളം അനുഭവിച്ചു. വലിയ മാറ്റം. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗം ആകെ ഉണർന്നു.